മോഹൻലാലിന്റെ നായിക, മലയാള സിനിമയുടെ സൗഭാഗ്യം എന്ന് പറഞ്ഞിരുന്ന നടി ഇന്നൊരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ചാൻസ് ചോദിച്ചു നടക്കുന്നു. ഒരു കാലത്ത് മലയാള സിനിമയുടെ സൗഭാഗ്യമെന്ന് കരുതിയിരുന്ന പ്രശസ്തയായ നടി ഇന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ചാൻസ് ചോദിച്ച് നടക്കുകയാണെന്ന് ഗാനരചയിതാവ് അജീഷ് ദാസൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അജീഷ് ഇക്കാര്യം കുറിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് മോഹൻലാലിന്റെ ഉൾപ്പെടെ നായികയായിരുന്ന ആ വലിയ താരം സിനിമയിൽ ചാൻസ് ചോദിച്ച് ഏതെങ്കിലും ഒരിടത്ത് കാത്തു നിൽക്കുന്നുണ്ടാവാം എന്നും അജീഷ് കുറിപ്പിൽ പറയുന്നു. ഒരു കാലത്ത് മലയാള സിനിമയുടെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്നോ സൗന്ദര്യമെന്നോ ഒക്കെ ലോകം വാഴ്ത്തിയ നടി, നിഷ്കളങ്കമായ ആ ചിരിയിൽ വീണുപോവാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല. ഇന്നവർ ഒരു നേരം നല്ല ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ചാൻസ് ചോദിച്ച് നടക്കുന്നു. എന്തൊരു ലോകമാണിത്, അജീഷ് കുറിച്ചു. അതേസമയം അജീഷ് പറഞ്ഞ ആ നടി ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് സിനിമാ പ്രേക്ഷകർ. ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന നടി ഉണ്ണിമേരിയുടെ പേരും നിരവധി പേർ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്യുന്നുണ്ട്. കുറച്ചുനാൾ മുമ്പ് ഒരു സിനിമയ്ക്ക് വേണ്ടി പാട്ടെഴുതാൻ എറണാകുളത്തെ വൈറ്റ് ഫോർട്ട് ഹോട്ടലിൽ പോയി. 2 ദിവസമായി അവിടെ തന്നെയാണ് ഊണും ഉറക്കവും. പാട്ട് മാത്രം എഴുതുന്നില്ല. എനിക്ക് നല്ല ടെൻഷനുമുണ്ട്. എഴുതിയില്ലെങ്കിൽ എന്റെ കുത്തിന് പിടിച്ച് പൈസ മേടിക്കുമോ എന്ന പേടിയുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഡയറക്ടറെ മുറിയിലേക്ക് ഒരു മധ്യവയസ്കയായ സ്ത്രീ വരുന്നത് കണ്ടു. അവർ തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ട്. എനിക്ക് എന്ത് കാര്യം എന്ന് കരുതി ഞാൻ തല കുമ്പിട്ടിരുന്ന് എഴുത്തു തുടർന്നു. ആ സ്ത്രീ പോയതിനു ശേഷം ഡയറക്ടർ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമ്മുടെ ഈ സിനിമയിൽ ഒരു ചാൻസ് കിട്ടുമോ എന്ന് ചോദിച്ചു വന്നതാണ്. അവർക്ക് വേണ്ടിയല്ല, അവർ ഒരു ആയയാണ്. താഴെ കാറിൽ ഒരു വലിയ നടി ഇരിപ്പുണ്ട്. ആരാണ് ചേട്ടാ ആ നടി? എനിക്കതറിയാൻ ഒരാഗ്രഹം. ഡയറക്ടർ ആ നടിയുടെ പേര് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഒരു കാലത്ത് മലയാള സിനിമയുടെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്നോ സൗന്ദര്യമെന്നോ ഒക്കെ ലോകം വാഴ്ത്തി നടി, നിഷ്കളങ്കമായ ആ ചിരിയിൽ വീണുപോകാത്തവരായി ആരുമുണ്ടായിരുന്നില്ല. ഇന്ന് അവർ ഒരു നേരം നല്ല ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ചാൻസ് ചോദിച്ചു നടക്കുന്നു. എന്തൊരു ലോകമാണിത്. ദൈവമേ, ഞാൻ പേന മടക്കി എന്തെഴുതാൻ. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഇന്ത്യയിലെ പരമോന്നത സിനിമാ ബഹുമതി സ്വീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന്റെ അവസാനം 2 വരികൾ ടിവിയിൽ കേട്ടപ്പോൾ എനിക്ക് ആ നടിയെ ഓർമ്മ വന്നു. ചിതയിലായിരുന്നു പോയതുമല്ലോ ചിരമനോഹരമായ പൂവിത്. ഒരു കാലത്ത് മോഹൻലാലിന്റെ ഉൾപ്പെടെ നായികയായിരുന്ന ആ വലിയ താരം ഒരുപക്ഷെ ഞാൻ ഈ കുറിപ്പ് എഴുതുന്ന നിമിഷവും പുതിയ സിനിമയിൽ ചാൻസ് ചോദിച്ച് ഏതെങ്കിലും ഒരിടത്ത് കാത്തു നിൽക്കുന്നുണ്ടാവാം. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു ഗാനരചയിതാവ് അജീഷ് ദാസൻ ഫേസ്ബുക്കിൽ കുറിച്ചത്.